നിങ്ങൾ അറിഞ്ഞായിരുന്നോ രാവിലെ കുളിച്ചു കൂട്ടപ്പനായിട്ട് വണ്ടി ഇങ്ങോട്ട് ഒരു ഓട്ടത്തിൽ വന്നിട്ട് ഇന്ന് നമ്മുടെ കൂടെ വേറെ 4 വണ്ടികളുണ്ടെന്നാണ് കിട്ടിയ കിംവദന്തി. നമ്മൾ വന്നതിന്റെ പുറകെ ദൂതനും ലച്ചൂസും വന്നു. രാവിലത്തെ ഉറക്കപ്പിച്ചിൽ സ്ലോ മോഷൻ ആയിട്ട് നടന്നു വരുന്ന ഇതാണ് കുന്നംകുളം രംഗാണെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ലച്ചൂസിന്റെ സാരത്തെ പിടിച്ചെടുത്ത് അപ്പുസാർ എന്തൊക്കെ തള്ളുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോഴേക്ക് റോഡിൽ നിന്ന് ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോക്കിരിയുടെ വണ്ടിയും ഫാബിയുടെ വണ്ടിയും കൂടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്തി കോളം നിറഞ്ഞതോടെ ഡിങ്കൻ സച്ചിൻ എല്ലാവരെയും പിടിച്ചെടുത്ത് മൈസൂരിൽ പോയ കഥന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് തള്ളുകഥകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മളെല്ലാവരും ഓരോ വണ്ടിയിൽ 4000 രൂപ ഡീസൽ അടിക്കും. എന്നിട്ട് കല്യാണത്തിന് പോകാനുള്ള ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് കല്യാണ പയ്യന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടു. പയ്യന്റെ വണ്ടിയുടെ കൂടെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ കൂടെ എടുക്കുന്നത് കണ്ടപ്പോൾ നെയിം ബോർഡൊക്കെ ഓണാക്കി അപ്പു സാർ ഒന്ന് ഷോ ആയി. അങ്ങനെ ചെറിയ രീതിയിലുള്ള പട്ടി ഷോ ഒക്കെ കാണിച്ച് നമ്മൾ പതുക്കെ വണ്ടി എടുത്ത് ബൈപ്പാസിൽ എത്തിയപ്പോഴാണ് എല്ലാവരും നമ്മളെ കാത്ത് നിൽക്കുന്ന കാഴ്ച കണ്ട് നമ്മൾ നെട്ടിയത്. ബൈപ്പാസിൽ കയറിയതും പോക്കിരിയുടെ വണ്ടിയും കൊണ്ട് ഡിങ്കൻ സച്ചിൻ എക്സ്ട്രീം ലെവൽ പട്ടി ഷോ തുടങ്ങി. തിരുവല്ലത്തെ ടോളൊക്കെ കട്ട് ചെയ്ത് വീണ്ടും ബൈപ്പാസിലോട്ട് കയറിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ട് ഞാൻ വീണ്ടും അത്ഭുതപ്പെട്ടു പോയി. ഫാബിയുടെ വണ്ടിയും ലച്ചൂസിന്റെ വണ്ടിയും കൂടെ എക്സ്ട്രീം ലെവൽ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് റോഡിൽ നിൽക്കുന്നത്. ചെറുതായിട്ടൊന്ന് മുന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോൺലിയുടെ വണ്ടിയും കൊണ്ട് അനന്തുവിന്റെ മുതലാളി പറന്നു പോകും. അതിനിടയ്ക്ക് അപ്പു സാറിന് തരത്തിനൊരു പയ്യന്റെ കൂട്ടിന് കിട്ടി. അങ്ങനെ കൊട്ടിയം ബൈപ്പാസിന് സൈഡിലുള്ള മണ്ഡപത്തിലെത്തിയ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് പാർക്കിങ്ങിലോട്ട് പോയപ്പോഴാണ് നമ്മൾ സദാ പെട്ടുപോയി. പാർക്കിങ്ങിലേക്ക് എല്ലാ വണ്ടികളും ഇറക്കിയിട്ടപ്പോഴാണ് ദൂതന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കളിക്കും. ഒടുവിൽ അപ്പു സാറിന്റെ മേൽനോട്ടത്തിൽ ദൂതന്റെയും നമ്മുടെ വണ്ടി ഒരുമിച്ച് ഷെഡിന്റെ അകത്തേക്ക് കയറ്റി. വയസ്സ് 10-40 പോത്ത് പോലെ വളർന്നിട്ടും ഡിങ്കൻ സച്ചിൻ ഇവിടെ കുട്ടികളെ കളിച്ചോണ്ടിരിക്കും. നമ്മുടെ വണ്ടിയുടെ കൂടെ ലച്ചൂസിന്റെ വണ്ടി പതുക്കെ ഷെഡിന്റെ അകത്തേറ്റിട്ടപ്പോഴാണ് ഡിങ്കൻ സച്ചിന് പ്രാന്തായ കാര്യം നമ്മൾ കണ്ടത്. വാഗൊണ്ട് തളർന്നതിന് പോരാനായിട്ട് കൈയും കാലൊക്കെ വെച്ച് വണ്ടി തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഡിങ്കൻ സച്ചിൻ. അങ്ങനെ നമ്മുടെ വണ്ടികളെല്ലാം നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ വെൽക്കം ഡ്രിങ്ക്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിലേക്ക് പോകാതെ ഒരു ജാഥക്കുള്ള ആൾക്കാരുടെ വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൂതന്റെ മുതലാളി നമ്മളെ വിളിച്ച് അടുക്കളയെ കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറ്റി കൊണ്ടുവന്നത്. അടുക്കള വഴി വന്നാലും നമുക്ക് കിട്ടിയ സദ്യ കിടില്ല. സദ്യയൊക്കെ കഴിച്ച് വയറ് കേടാക്കി വീണ്ടും വണ്ടി എടുത്ത് വന്നപ്പോഴും ഇവിടെ തള്ളുകഥകൾക്ക് ഒരു കുറവില്ലായിരുന്നു. അപ്പോഴാണ് ലച്ചൂസിന്റെ വണ്ടിയിൽ പുതിയതായിട്ട് ചെയ്ത URC ഓണാക്കി നമുക്ക് കാണിച്ചു തരാൻ അതിന്റെ സാരഥി പറഞ്ഞു. ടിവിയുടെ അത്രയും വലിപ്പത്തിലാണ് ഉമാർ URC ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഉച്ചയ്ക്ക് ഉച്ചന്തലയിൽ വെയിലടിക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നത്. നമ്മുടെ വണ്ടിയിലെ ലിപ്പിന്റെ ഒരു സൈഡിലെ ബോൾട്ട് ഇളകി പോയിട്ടുണ്ടായിരുന്നു. വെറും നിമിഷ നേരങ്ങൾ കൊണ്ട് ദൂതന്റെ മുതലാളി ആ ബോൾട്ടൊക്കെ കൈകൊണ്ട് കറക്കി നമുക്ക് ശരിയാക്കി തന്നു. എന്നാൽ ഇപ്പൊ ശരിയാക്കി തന്ന സ്നേഹത്തിന് പിന്നിൽ ഒരു ചതി ഉണ്ടായിരുന്നു നമുക്ക് പിന്നെയാണ് മനസ്സിലായി. നമ്മുടെ വണ്ടിയിൽ കയറാൻ വന്ന ആൾക്കാരെല്ലാം ദൂതന്റെ മുതലാളി പുള്ളിയുടെ വണ്ടിയിൽ വിളിച്ച് കയറ്റിക്കൊണ്ടെങ്കിൽ അങ്ങനെ പോസ്റ്റ് ആയിരുന്നപ്പോഴും കുറെ എനർജി ഉള്ള പിള്ളേർ നമ്മുടെ വീഡിയോ കാണുന്ന പയ്യന്മാരാണെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കാം. കുറെ നേരം ഉമ്മാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയ കാര്യമേ നമ്മൾ അറിഞ്ഞു. ഏകദേശം ഉച്ച കഴിഞ്ഞ് 2:45 ആയപ്പോൾ നമ്മുടെ വണ്ടിയിലും ആൾക്കാരെല്ലാം വന്ന് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നത് നോൺ AC ആയിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നത് AC. അങ്ങനെ ആൾക്കാരെല്ലാം വണ്ടിയിൽ കയറ്റി വിജനമായ ബൈപ്പാസിലൂടെ വിജൃംഭിച്ച് നമ്മൾ പതുക്കെ നമ്മൾ ആളെ എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ തിരിച്ചെത്തി. ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പയ്യന്മാർ വീണ്ടും ചാടി ഓടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പാടത്ത് കൂലി വരമ്പത്ത് ജോലി എന്നുള്ള രീതിയിൽ ഇവിടെ എത്തിയപ്പോഴേ നമുക്ക് ദൂതന്റെ മുതലാളി പൈസ എല്ലാം കൊണ്ട് ഇനി ഷെഡി കൊണ്ട് വണ്ടിയിട്ട് വേണം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ.